ലോക സിനിമയിലെ തന്നെ മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറുകളിലൊന്നായ മെമ്മറീസ് ഓഫ് മർഡർ കാണാത്തവർ ചുരുക്കമായിരിക്കും. എന്നാൽ ആ സിനിമയ്ക്ക് ആധാരമായ യഥാർത്ഥ ജീവിതത്തിലെ വില്ലൻ ഒരു സിനിമയേക്കാൾ ഭീകരനായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം? ദക്ഷിണ കൊറിയയെ ഒന്നടങ്കം നടുക്കിയ ലീ ചുൻ ജെ എന്ന സീരിയൽ കില്ലറുടെ കഥയാണിത്. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. 1986-നും 1991-നുമിടയിൽ ദക്ഷിണ കൊറിയയിലെ ഹവാസിയോങ് എന്ന ഗ്രാമീണ പ്രദേശം ഒരു ശ്മശാനം പോലെ നിശബ്ദമായിരുന്നു. ഓരോ മാസവും അവിടെ സ്ത്രീകൾ അപ്രത്യക്ഷരായിക്കൊണ്ടിരുന്നു. പിന്നീട് അവരുടെ മൃതദേഹങ്ങൾ വയലുകളിലോ കനാലുകളിലോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇരകളുടെ സ്വന്തം വസ്ത്രങ്ങൾ ഉപയോഗിച്ച് അവരെ കെട്ടിയിടുകയും ശ്വാസം മുട്ടിച്ചു കൊല്ലുകയും ചെയ്യുന്നതായിരുന്നു കൊലയാളിയുടെ ക്രൂരമായ രീതി. കൊറിയൻ പോലീസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്വേഷണമാണ് അന്ന് നടന്നത്. ഏതാണ്ട് 20 ലക്ഷം പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. 10,000-കണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു. എന്നാൽ കൊലയാളി ആരെന്ന് മാത്രം ആർക്കും പിടികിട്ടിയില്ല. 1991-ഓടെ ഈ കൊലപാതകങ്ങൾക്ക് ഒരു സഡൻ ഫുൾ സ്റ്റോപ്പ് സംഭവിച്ചു. കൊലയാളി എവിടെ പോയി എന്നത് ദശാബ്ദങ്ങളോളം ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. ഈ സമയത്തെല്ലാം ലീ ചുൻ ജെ എന്ന ഒരു സാധാരണക്കാരൻ ആ നാട്ടിൽ ജീവിച്ചിരുന്നു. ആർക്കും അയാളെ സംശയം തോന്നിയില്ല. എന്നാൽ 1994-ൽ സ്വന്തം സഹോദരന്റെ ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ അയാൾ പോലീസിന്റെ പിടിയിലായി. കോടതി അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ബുസാൻ ജയിലിൽ കഴിഞ്ഞെന്ന ലീ അവിടുത്തെ ഒരു മാതൃകാ തടവുകാരനായാണ് അറിയപ്പെട്ടിരുന്നത്. പുറം ലോകം അയാളെ ഹവാസിയോങ് കൊലയാളിയായി അപ്പോഴും സംശയിച്ചിരുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. ഫോറൻസിക് സാങ്കേതിക വിദ്യ വളർന്നു. 2019-ൽ ദക്ഷിണ കൊറിയൻ പോലീസ് പഴയ കേസുകളിലെ വസ്ത്രങ്ങളിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ച് വീണ്ടും പരിശോധിച്ചു. ആ പരിശോധന ജയിലിൽ കഴിയുന്ന ലീ ചുൻ ജോയുടെ DNA-യുമായി കൃത്യമായി ചേർന്നുപോയി. 30 വർഷങ്ങൾക്ക് ശേഷം ആ മുഖം ലോകത്തിന് വെളിപ്പെട്ടു. ആദ്യമൊക്കെ നിഷേധിച്ചെങ്കിലും പിന്നീട് വളരെ തണുത്ത മട്ടിൽ അയാൾ ആ സത്യം വെളിപ്പെടുത്തി. ഞാൻ തന്നെയാണത് ചെയ്തത്. ഹവാസിയോങ്ങിലെ 10 കൊലപാതകങ്ങൾ കൂടാതെ മറ്റ് 4 കൊലപാതകങ്ങളും 30ഓളം പീഡനങ്ങളും താൻ ചെയ്തതായി അയാൾ ഏറ്റുപറഞ്ഞു. വിഖ്യാത സംവിധായകൻ ബോങ് ജൂൺ ഹോ 2003-ൽ ഈ സംഭവത്തെ ആസ്പദമാക്കി മെമ്മറീസ് ഓഫ് മർഡർ എടുത്തപ്പോൾ കൊലയാളി ആരാണെന്ന് ലോകത്തിന് അറിയില്ലായിരുന്നു. സിനിമയുടെ അവസാനം നായകൻ ക്യാമറയിലേക്ക് നോക്കുന്ന ഒരു രംഗമുണ്ട്. താൻ ചെയ്തത് ഒരു സിനിമയായി മാറിയെങ്കിൽ കൊലയാളി അത് കാണാൻ തിയേറ്ററിൽ വരുമെന്നും അപ്പോൾ താൻ അയാളെ നോക്കുകയാണെന്നും സംവിധായകൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്.